ഇമ്മാനുവേൽ മിഷൻ ചാനലിൽ കൂടി എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വർഗീസ് തുടിയൻ്റെ ചുമതലയിൽ വചന സത്യങ്ങൾക്കു വേണ്ടി, ഉപദേശ സത്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരാത്മീയ ചാനലായിരിക്കുന്ന ഇമ്മാനുവേൽ മിഷൻ ചാനലിൽ അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. വിലപ്പെട്ടതായ അല്പസമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അല്പമൊന്ന് ധ്യാനിച്ച് വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കൊരുമിച്ച് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചന ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് നമ്മൾ ഈ സമയത്ത് വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതുന്ന 2-ാം ലേഖനത്തിൽ ഏറ്റവും ഗൗരവമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് 11-ാം അധ്യായം എന്ന് പറയുന്നത്. എന്താണ് ലേഖനം, എന്താണ് ലേഖനത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് സംബന്ധിച്ച് ഓടിച്ച് ചില വാക്കുകൾ പറയുവാൻ ആശിക്കുന്നു. ലേഖനത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ഒരു ദൈവവൈതൽ കൃത്യമായി മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം വളരെ ആത്മീകമായ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഏറ്റവും ഉതകുന്ന ഒന്നാണ് ലേഖനങ്ങളുടെ പഠനം എന്ന് പറയുന്നത്. എന്താണ് ലേഖനങ്ങളുടെ പശ്ചാത്തലം? 1, 2, 3 എന്നിങ്ങനെ നമുക്ക് ഓടിച്ചു ചിന്തിക്കുമ്പോൾ, ഒന്ന്, മനുഷ്യൻ പാപത്തിൽ വീണുപോയപ്പോൾ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ തൻ്റെ പ്രാണനെ യാഗമാക്കിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയ്ക്കൽ അടക്കം ചെയ്യപ്പെടുന്നു. എന്നാൽ താൻ ദൈവമായതുകൊണ്ട് മരണത്തെ ജയിച്ച് താൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷനായിക്കൊണ്ട് ഒരന്ത്യ കൽപ്പന കൈമാറിയിട്ട് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നു. എന്താണ് അന്ത്യകൽപ്പനയെന്ന് ദൈവമക്കൾക്കെല്ലാം കൃത്യമായി അറിയാം. നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന. ഇന്നും ആ അന്ത്യകൽപ്പന ഏറ്റെടുത്തുകൊണ്ട് തെരുവോരങ്ങളിൽ സുവിശേഷം വിളിച്ചറിയിക്കുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഏറെ അഭിമാനമുണ്ട് ഈ വേദഭാഗം വായിക്കുമ്പോൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന പ്രകാരം സുവിശേഷം സകല സൃഷ്ടിയോടും അറിയിക്കണമെന്നുള്ള ദൗത്യം ശിഷ്യഗണത്തിന് കൈമാറിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന ശിഷ്യഗണം കർത്താവായ യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട് അവരുടെ കണ്ണിന് മറഞ്ഞു. നാം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അതാ ആകാശത്തു നിന്ന് വെള്ളവസ്ത്രധാരിയായ ദൂതന്മാരിറങ്ങി വന്ന്
തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയുന്ന ഒരു വേദഭാഗമാണ് 1-ാം അധ്യായം 11-ാം വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുക്രിസ്തുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. സ്വർഗത്തിലെ ദൂതന്മാരുടെ പ്രവചനം ഇന്നുവരെയും നിവൃത്തിയാക്കപ്പെട്ടിട്ടില്ലാത്ത, എന്നാൽ താമസം വിന നിവൃത്തിയാക്കപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രവചനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. ലോക സംഭവങ്ങളെല്ലാം വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു യാഥാർത്ഥ്യം, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും വേഗത്തിൽ സംഭവിക്കും. ദൂതന്മാർ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനം അറിയിച്ചതിന് ശേഷം നാം കാണുന്നത് ശിഷ്യന്മാർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. അവിടെ എത്തി അവർ പാർത്ത മാളിക മുറിയിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നെഴുതിയിരിക്കുന്നു. അവരാരൊക്കെയാണ് എന്ന് പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ വ്യക്തമായി കാണുന്നു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് കൃത്യമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അവർ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം കടന്നു വരുന്നു. 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, പന്തക്കുസ്ത പെരുന്നാൾ ദിവസം കടന്നു വരുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടാകുന്നു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറയ്ക്കുന്നു. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് ദൈവമക്കൾ ഗൗരവമായി ശ്രദ്ധിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരാണ്? പത്രോസ്. പത്രോസ് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ശക്തമായി യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശുക്രിസ്തു ഉണ്ടല്ലോ, അവൻ തന്നെയാണ് മശിഹ. അവനല്ലാതെ മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഏകനാമം അത് യേശുക്രിസ്തുവാണ് എന്ന് പത്രോസ് ലീഹ കൃത്യമായി തെളിയിച്ച് പ്രസംഗിക്കുമ്പോൾ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. ഇത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. അവിടെ പത്രോസ് പ്രസംഗിച്ചത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെങ്കിൽ, അങ്ങനെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, ഒരു കാര്യം നമുക്ക് അസന്നിഗ്ധമായി ഉറപ്പിക്കാം. വേദപുസ്തകത്തിൽ പറയുന്ന യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചാൽ അത് കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല ഉണ്ടാകുന്നത്, അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് വേദനയോടെ പറയട്ടെ, ഇന്ന് കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും നമുക്ക് താല്പര്യമില്ല. ഇന്ന് നമുക്ക് നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് നമുക്ക് ആവശ്യം. ഒരു പരിധിവരെ ജനത്തിന് അതാണ് താല്പര്യമെന്ന് മനസ്സിലാക്കിയിട്ട് ഏറെക്കുറെ പ്രസംഗകരും ആ ഒരു നിലയിലേക്ക് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന ജനത്തിൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗങ്ങൾ അവരുടെ നേരെ തൊടുത്തുവിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നാം ഈ കാലഘട്ടങ്ങളിൽ കണ്ടുവരുന്നത്. പക്ഷേ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്നാണ്. എന്ത് സംഭവിച്ചു? കുത്തുകൊണ്ടവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി പ്രസംഗിച്ച ഉപദേശിയുടെ കഴുത്തിന് പിടിച്ചെന്നാണോ? അല്ല കേട്ടോ. അവിടെ കൃത്യമായി വായിക്കുന്നു, കുത്തുകൊണ്ടവരെല്ലാം എന്ത് ചെയ്തു? അവർ നിലവിളിച്ചു ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ വാക്ക് പ്രസംഗിക്കുമ്പോഴും ഞങ്ങളുടെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. പറയൂ, ഞങ്ങൾ എന്ത് ചെയ്യണം? 2-ാം അധ്യായം 38 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തരും
മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. വളരെ കൃത്യമായ ഉപദേശം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് സമൂഹം കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ഒരു നവീന ഉപദേശമല്ലത്. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ്ലീഹ ആത്മനിറവിൽ വിളിച്ചു പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് പാപമോചനം വേണോ? ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ, എന്നാൽ പാപമോചനം ലഭിക്കുമെന്ന പത്രോസ്ലീഹായുടെ പ്രസംഗം. ഇത് കേട്ടിട്ട് നാം വേദപുസ്തകത്തിൽ കാണുന്നത്, അത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് 3000-ഓളം പേര് രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. വചനത്തിൽ നാം വായിക്കുന്നു, അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. പിന്നെ എന്താ കാണുന്നത്? നിങ്ങളെല്ലാവരും സ്നാനപ്പെട്ടോ? 3000 പേര് മുങ്ങിയോ? ഇനി ആരെങ്കിലും മുങ്ങാനുണ്ടോ? ഉണ്ടോ? ഇല്ല, എല്ലാവരും മുങ്ങിയല്ലോ. ഓക്കെ, ഇനി എവിടെയെന്ന് വെച്ചാൽ അവരെവിടെങ്കിലും ചെന്ന് കയറിക്കോ എന്ന് പറയുകയല്ല. പിന്നെ എന്താ അവിടെ കാണുന്നു? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോൾ വളരെ കൃത്യമാണ്, സ്നാനപ്പെട്ടവൻ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ കീഴിലായിരിക്കണം. ഇന്നങ്ങനെയല്ല. ഇന്ന് പറയുന്നത് ആരും അറിയണ്ട അച്ചായൻ അല്ലെങ്കിൽ ആൻറ്റി ഞങ്ങളുടെ അടുക്കൽ വന്ന് സ്നാനപ്പെട്ടിട്ട് എവിടാ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ പള്ളിയിൽ തന്നെ നിന്നോ എന്ന് പഠിപ്പിക്കുന്ന ഒരു നവീന ഉപദേശത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് തിരുവഴുത്തിൻ്റെ തെളിവിൽ വിളിച്ചു പറയാം, സ്നാനമേൽക്കുന്നവൻ അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ കീഴിലാണ്. അപ്പോസ്തോലിക ഉപദേശം, അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ അപ്പോസ്തോലിക ഉപദേശം കേൾക്കണമെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകണം. അടുത്തത് അപ്പം നുറുക്കി, അടുത്തത് പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒരു പേര് വിളിച്ചത് 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ കുറിക്കപ്പെട്ടു. അതിങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ കൂട്ടത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ച പേരാണ് സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിച്ച സഭ. പൗലോസിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയാകുന്ന ആട്ടിൻകൂട്ടം, രക്തം വില കൊടുത്തു വാങ്ങിയ ദൈവസഭയ്ക്ക് അവിടെ ആരംഭം കുറിച്ചു. ഇനി ഗൗരവമായി ശ്രദ്ധിക്കണം, ഗൗരവമായി കേൾക്കണം. എന്താണ് ലേഖനത്തിൻ്റെ പശ്ചാത്തലമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ രക്ഷയിലേക്ക് കടന്നു വരുന്നു. അവിടെ സഭ ആരംഭിക്കപ്പെടുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോസ്തലന്മാർ പിന്നെയും പുറപ്പെട്ടു പോയി ദൈവവചനം പ്രസംഗിച്ചു, അഥവാ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. തിരുവഴുത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്, കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു പോന്നു എന്നാണ്. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു പോന്നു. ആ ദൈവപ്രവൃത്തി അന്നെന്ന പോലെ ഇന്നും നടക്കും, നാളെയും നടക്കും, ദൈവമുള്ള കാലത്തോളം നടക്കും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തിയും അനന്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അതൊക്കെ ഒരു കാലം, അന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും ഒക്കുന്നില്ലടാ, വയസ്സായില്ലയോ എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. അന്ന് മോശയുടെ കാലം, ഏലിയാവിൻ്റെ കാലം, എലീശായുടെ കാലം, ഏത് കാലഘട്ടത്തിലും പ്രവർത്തിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് നമുക്ക് യാതൊരു തർക്കവുമില്ല. അന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു. പക്ഷേ പെന്തക്കോസ്തുകാർക്ക് അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നവർക്ക് ഇന്നും പിടികിട്ടാത്ത 1-2 ചിന്തകൾ അവിടെയുണ്ട്. ഒന്ന് പറയാം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു എന്നുള്ളത് എല്ലാവർക്കും കാണാപ്പാടമാണ്. പക്ഷെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലിരിക്കണം, ഇത് ദൈവം ആരുടെ നടുവിൽ എന്തിനു ചെയ്തു? അതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആരുടെ നടുവിൽ ഇത് ചെയ്തു? എന്തിനു ചെയ്തു? ഒന്ന്, ആരുടെ നടുവിൽ ഇത് ചെയ്തു? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് ആരുടെ മുമ്പിലാണ്? നമ്പർ 1, യഹൂദന്മാർ. ആരാണ് യഹൂദന്മാർ? യേശുക്രിസ്തുവിനെ വാഗ്ദത്ത മശിഹയായി അംഗീകരിക്കാതെ അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ച, അവനെ കൊന്നുകളക എന്ന് പറഞ്ഞ, അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ രക്ഷകനായ യേശുക്രിസ്തുവിനെ
തള്ളിക്കളഞ്ഞ ആ ജനത്തിൻ്റെ നടുവിലാണ് പ്രസംഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചിന്ത, എന്തായിരുന്നു അവരുടെ പ്രസംഗം? ദൈവമക്കൾ ഒന്ന് ഗൗരവമായി ചിന്തിക്കണം. എന്തായിരുന്നു അവരുടെ പ്രസംഗം? അപ്പോസ്തലന്മാരുടെ പ്രസംഗം എന്തായിരുന്നു? കടഭാരമോ? ശങ്കിക്കണ്ട. ബിസിനസ് തകർച്ചയോ? ഭാരപ്പെടണ്ട. കച്ചവടത്തിൽ നഷ്ടമുണ്ടോ? ഇങ്ങോട്ട് പോരൂ. ഇതൊന്നും ആയിരുന്നില്ല അവരുടെ പ്രസംഗം. എന്തായിരുന്നു അവരുടെ പ്രസംഗം? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വെറുതെയാണ് എന്ന് അവർ അടിവരയിട്ട് പറഞ്ഞു. ഇന്ന് ഏത് യേശുവിനെ നിങ്ങൾ വേണ്ട എന്ന് പറയുന്നു, അതേ യേശു നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് ആധികാരികമായി ജനത്തോട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ക്രൂശിക്ക എന്ന് പറഞ്ഞ് കൊന്നുകളഞ്ഞ ആ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ. ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം. ആ പ്രസംഗത്തെ അടിവരയിട്ടുറപ്പിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം ചെയ്തെന്നേ. ആരുടെ നടുവിൽ? ഒന്ന്, യഹൂദന്റെയും. രണ്ട്, യഹൂദനല്ലാത്ത സകലരെയും വേദപുസ്തകം സംബോധന ചെയ്യുന്ന പദം എന്താ? ജാതികൾ എന്നോ വിജാതീയർ എന്നോ ആണ്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രസംഗം ഒന്ന് യഹൂദന്റെയും ജാതികളുടെ മുമ്പിൽ യേശുക്രിസ്തുവാണ് രക്ഷകൻ, യേശുക്രിസ്തുവിലല്ലാതെ വേറൊരു രക്ഷാമാർഗം ഇല്ല എന്ന് അപ്പോസ്തലന്മാർ അടിവരയിട്ട് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തെ ഉറപ്പിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം ചെയ്തു. ആ ദൈവപ്രവൃത്തിയാണ് ഇന്നും നടക്കുമെന്ന് ഷമീർ കൊല്ലം നിങ്ങളോട് അല്പം മുമ്പ് പറഞ്ഞത്. മനസ്സിലായില്ല? വ്യക്തമാക്കാം. യേശുക്രിസ്തുവിനെ അറിയാത്ത, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ജനതയുടെ മുമ്പിൽ ഈ യേശുക്രിസ്തുവിലല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം ആ ജനം ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിന് ഇന്നും ഒരത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്, ദൈവം മതിയായവനാണ്. അങ്ങനെ രോഗസൗഖ്യത്തിലൂടെ വിശ്വാസത്തിൽ വന്നവർ ഒരുപക്ഷെ ഈ വീഡിയോയിൽ കാണുന്നില്ലേ? അങ്ങനെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നിമിത്തം കർത്താവിനെ അറിഞ്ഞ് ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നവർ ഈ വീഡിയോയിൽ കാണുന്നില്ലേ? പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് രോഗം വരത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അന്ന് സൗഖ്യം ലഭിച്ചത്? ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ അതൊരു മുഖാന്തരമായി മാറി. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിലും നാം കാണുന്നത്. അവർ പ്രസംഗിച്ചിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടന്നപ്പോൾ ഇത് നിമിത്തം, ഈ അത്ഭുത പ്രവൃത്തികൾ നിമിത്തം യഹൂദന്മാരിൽ പലരും ആരിൽ വിശ്വസിച്ചു? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ജാതികൾ പലരും ആരിൽ വിശ്വസിച്ചു? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അങ്ങനെ യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച കൂട്ടത്തെയാണ് സഭ എന്ന് വേദപുസ്തകം സംബോധന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ അവിടെ യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും അത്ഭുത നിമിത്തം, അടയാള നിമിത്തം, വീര്യപ്രവൃത്തികൾ നിമിത്തം അനേകർ കർത്താവിലേക്ക് വരുന്നു. ഈ ദൈവപ്രവൃത്തി ഇന്നും നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതിശയോക്തി അല്ല പ്രിയപ്പെട്ടവരെ. നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ നിങ്ങൾ കാണണം. അവരോട് നിങ്ങൾ സംസാരിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ അവരുടെ അടുക്കൽ പോകണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് വേല ചെയ്യുന്ന ദൈവദാസന്മാരെ കാണുമ്പോൾ ഒരു സല്യൂട്ട് ഹൃദയത്തിൽ നിന്ന് കൊടുക്കും. കാരണം ഒരു ഫ്ലെക്സിലും ഒരു ബാനറിലും ഒരു യൂട്യൂബിലും ഒരു ഫേസ്ബുക്കിലും യാതൊന്നിലും അവർ ഇല്ലെങ്കിലും വലിയ ഡിഗ്രിയും വിദ്യാഭ്യാസവും കഴിവും കൃപയും ഒന്നും പറയാനില്ലാത്ത പാവപ്പെട്ട ദൈവദാസന്മാർ പല ഗാവുകളിലും ഗ്രാമങ്ങളിലുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ മെൻ്റലായിട്ട് ചങ്ങലക്കിട്ടിരിക്കുന്ന ആളുകൾ പോലും ഒറ്റ പ്രാർത്ഥനയിൽ സൗഖ്യമാകുന്ന അത്ഭുത പ്രവൃത്തികൾ അവിടെ ഇന്നും വെളിപ്പെടുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുന്നു. ഒറ്റ സ്നാനം 450 500. പിന്നെ വെറുതെയാണോ സുവിശേഷകന്മാരെ പച്ചയ്ക്ക് കത്തിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത്? അപ്പം ദൈവപ്രവൃത്തി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്നും വെളിപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു വേദന പറയാം, എന്തുകൊണ്ട് കേരളത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല ഇന്നിവിടെ പ്രസംഗിക്കപ്പെടുന്നത്. ഇവിടെ ബിസിനസ് തകർച്ചയുടെയും കടഭാരത്തിൻ്റെയും പണമുണ്ടാക്കാനുള്ള മാർഗത്തിൻ്റെയും ഒക്കെ വഴിയായ ഒരു ബ്ലാക്ക് മാജിക്കുകാരനെ പോലെ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ദുരാത്മാക്കളുടെ ഏജന്റുമാർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ റിയലായിട്ടുള്ള ദൈവപ്രവൃത്തികൾ ഇവിടെ നടക്കുന്നില്ല. പകരം കാശ് കൊടുത്ത ആളെ കൊണ്ടുവന്ന് അത്ഭുതം കാണിക്കേണ്ടുന്ന ഗതികേടിലേക്ക് നമ്മുടെ ജനം വഴിമാറിപ്പോയി. എന്നാൽ ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന ദൈവവചനത്തിന് ഇന്നും മാറ്റം വന്നിട്ടില്ല. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്.
അതനുഭവിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഓടി വരട്ടെ വിഷയത്തിലേക്ക്. അപ്പോൾ യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ കർത്താവിൽ വിശ്വസിക്കുന്നു. അവിടെ ദൈവസഭ ഉരുവാക്കപ്പെടുന്നു. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ദൈവസഭയ്ക്ക് അഥവാ ജാതികളിൽ നിന്നും യഹൂദരിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന കൂടിവരവ്, ആ കാലത്ത് കൂടിവരവുകളൊക്കെ ഭവനങ്ങളിലായിരുന്നു. അങ്ങനെ കൂടി വന്ന ആ കൂട്ടായ്മയ്ക്ക് അഥവാ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം ലേഖനത്തിൻ്റെ പശ്ചാത്തലം. ഈ ലേഖനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ആരെയാ? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ വേദപുസ്തകം ധ്യാനിച്ചു വായിക്കണം. ലേഖനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ആരെയാ? ഗലാത്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാർ, കൊലോസ് സഭയിലെ വിശുദ്ധന്മാർ, കൊരിന്ത് സഭയിലെ വിശുദ്ധന്മാർക്ക്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിളിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവരായവർക്ക് തന്നെ. അപ്പൊ ലേഖനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ദൈവമക്കളെയാണ്. എന്നാൽ ഒരു കാര്യം പരമാർത്ഥ ഹൃദയത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ ലേഖനങ്ങളിൽ സിംഹഭാഗം എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ആരാണ് പൗലോസ്? ആരാണ് ഈ പൗലോസ്? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ, നിഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുന്ന കൃപാവര ശ്രേഷ്ഠൻ, തൻ്റെ ഉറുമാല് കൊണ്ടിട്ടാൽ ഭൂതങ്ങൾ ഇളകിപ്പോകുന്ന രോഗികൾ സൗഖ്യമാകുന്ന കൃപാവരക്കാരൻ പൗലോസ്. എന്തിനധികം പറയുന്നു? യേശുക്രിസ്തുവിന് ശേഷം കഴുത്തൊടിഞ്ഞ് താഴെ വീണുപോയ യൂത്തിക്കോസ് എന്ന് പറയുന്ന മനുഷ്യനെ സൗഖ്യം നൽകി പുതുജീവൻ കൊടുത്ത കൃപാവര ശ്രേഷ്ഠനായ പൗലോസ്. ഈ പൗലോസ് 14 ലേഖനങ്ങൾ സഭയ്ക്കായി ചമയ്ക്കുമ്പോൾ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തുപറ്റി പൗലോസേ? അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ലേഖനത്തിലേക്ക് വന്നപ്പോൾ നിന്റെ കൃപയൊക്കെ ആവിയായി പോയോ? നോ, പൗലോസിന്റെ കൃപയ്ക്കോ കൃപാവരത്തിനോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താ ഈ ലേഖനങ്ങളിലൊന്നും ഒരത്ഭുതം നടത്തിയ ദൈവത്തെ കാണാത്തത്? ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ഹൃദയപ്പലകയിൽ കുറിക്കപ്പെടണം. അകത്തു വന്നവന്റെ മുമ്പിൽ, ശ്രദ്ധിക്കൂ, അകത്തു വരാൻ അത്ഭുതമോ അടയാളമോ വിടുതലോ മിറക്കിളോ രോഗസൗഖ്യമോ മുഖാന്തരമായേക്കാം. പക്ഷെ അകത്തു വന്നവന്റെ മുമ്പിൽ ഇനി പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത് അത്ഭുതമോ അടയാളങ്ങളോ അല്ല, നിത്യതയാണ്, കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവും നമ്മുടെ സമാഗമനവും സംബന്ധിച്ചുള്ള ആ പ്രത്യാശയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ പൗലോസ് പറയുന്നത്, എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്താ പൗലോസ് പറഞ്ഞത്? ഞാൻ ആരാമോൻ, ഞാൻ അങ്ങോട്ട് ചെന്ന് കൈവച്ച ഉടനെ അവൻ ചാടി എഴുന്നേറ്റ് നടന്നു, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഒന്നും പറഞ്ഞില്ല. പകരം പറഞ്ഞ എന്താ? എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു എന്ന് പറഞ്ഞ് വിഷയം വിട്ടു. മഹത്വം ദൈവത്തിന് കൊടുത്ത് വിഷയം വിട്ടു. അല്ലാതെ പൗലോസ് പോകുന്നിടത്തെല്ലാം താൻ സൗഖ്യമാക്കിയ ആളുകളെ കൊണ്ടു നടന്നില്ല. നാളെ ഞാൻ ഇന്നടുത്ത് വരുന്നുണ്ട്, നീ എൻ്റെ കൂടെ അവിടെ വരണം, അവിടെ വന്നിട്ട് ഈ ബ്രദർ പ്രാർത്ഥിച്ചു, ഈ ബ്രദർ പൗലോസ് ബ്രദർ വന്നപ്പോൾ ഈ ബ്രദറാണ് എന്നെ, അങ്ങനെയൊന്നും നടന്നില്ല. അകത്തു വന്ന ദൈവമക്കളുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ, നാം പകൽ സമയത്തെന്ന പോലെ മര്യാദയുള്ളവരായി ജീവിക്കുക. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. ഇതാണ് ലേഖനങ്ങൾ ദൈവമക്കളോട് പഠിപ്പിച്ചത്. എന്തിനാണ് അങ്ങനെ പഠിപ്പിച്ചത്? ലേഖനത്തിലേക്ക് നാം വരികയാണ്. എന്തിനാ അങ്ങനെ പഠിപ്പിച്ചത്? 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കട്ടെ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇന്ന് ഈ സമയം ഈ വീഡിയോയിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് എന്നെ കാണുന്ന ദൈവകുഞ്ഞുങ്ങളോട് ദൈവാത്മാവിൽ പറയട്ടെ, എന്നെയും നിങ്ങളെയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് 9 ഉദ്ദേശമില്ല, 8 ഇല്ല, 7 ഇല്ല, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 3 ഇല്ല, 2 ഇല്ല. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നാം എല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. കൃത്യമായി എഴുതിയിരിക്കുന്നു. ഒരു വ്യാഖ്യാനം കൂടാതെ എഴുതിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളെ പോലുള്ളവരുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ പോലുള്ളവരെ രക്ഷയ്ക്ക് വിളിച്ചതെന്ന് തെസ്സലോനിക്ക സഭയോട് പറഞ്ഞിരിക്കുന്നു.
അപ്പൊ എന്തിനാ ഈ രക്ഷയിലേക്ക് വിളിച്ചത്? നിന്നെ ഇവിടെ ഒരു കുട്ടി അംബാനിയാക്കാനല്ല വിളിച്ചത്. വല്ലവിധേനയും കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണം, മഹത്വത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം. അതിനെന്താ പാസ്റ്ററേ? അതിനല്ലേ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്, അതിനല്ലേ ഞങ്ങൾ വന്നത്, അതിനല്ലേ ഞങ്ങൾ ആരാധിക്കുന്നത്, അതിനല്ലേ ഞങ്ങൾ അന്യഭാഷ പറയുന്നതൊക്കെ. ശരിയാ, പിന്നെന്താ കുഴപ്പം? തൊട്ടടുത്ത വാക്യം കൂടെ വായിക്കണം. 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ സഹോദരന്മാരെ, ദാറ്റ് മീൻസ് അതുകൊണ്ട്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്, ശ്രദ്ധിച്ചേ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ദൈവമക്കളെന്ന അവകാശത്തോടെ പറയുന്നവർ ഓർക്കണം, ദൈവസഭയ്ക്കൊരു പ്രമാണമുണ്ട്. വാക്കിനാലും എഴുത്തിനാലും നൽകപ്പെട്ട പ്രമാണം. അതെന്തോ ഉപദേശി? വാക്കിനാൽ നൽകപ്പെട്ട ചില ഉപദേശങ്ങൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലും, എഴുത്തിനാൽ നൽകപ്പെട്ട പ്രമാണം അത് ലേഖനങ്ങളും. ലേഖനത്തിൻ്റെ ഗൗരവം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് വിശുദ്ധിയും വേർപാടും പാലിച്ചു ജീവിച്ചു വേണം വെളിപ്പാടിൽ കാണുന്ന നിത്യതയിലേക്ക് പ്രവേശിക്കാൻ. അതും എങ്ങനെ പ്രവേശിക്കണം? ഒന്നുകൂടെ പറയാം. 7 സഭയ്ക്കും പരിശുദ്ധാത്മാവ് ദൂതെഴുതി. സഭയുടെ നല്ല വശവും സഭയുടെ ഇച്ചിരി കുഴപ്പ വശവും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് 7 സഭയ്ക്കും. പക്ഷേ 7 സഭയ്ക്കും മറന്നുപോകാതെ രേഖപ്പെടുത്തിയ ഒരു പദമുണ്ട് എന്ന് മറന്നു പോകരുത്. ഒരൊറ്റ പദം 7 സഭയോടും പറഞ്ഞിട്ടുണ്ട്. ആ പദം ഇങ്ങനെയാ പറയുന്നത്, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കാൻ കൊടുക്കും, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും, ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ ജയിക്കുന്നവന് എന്നോടൊപ്പം സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന്. അപ്പോൾ തോറ്റുപോയാലോ? വിശ്വാസ ജീവിതം ജയിച്ചു പ്രവേശിക്കേണ്ടതാണ്. ഈ പോർക്കളത്തിൽ ഇറങ്ങിയ അനേക ആളുകൾ തോറ്റുപോയി. തോറ്റുപോകുന്നവർക്കുള്ളതല്ല, ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കത്തില്ല. അത് പ്രോമിസ് തന്നിട്ടുണ്ട്. അപ്പോൾ തോക്കുന്നവൻ്റെ പേരോ എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ വളരെ കൃത്യമായി നാം പഠിക്കുന്നു, ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ചു വേണം വെളിപ്പാടിൽ കാണുന്ന നിത്യതയിലേക്ക് പ്രവേശിക്കാൻ. അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, 2 തമ്പേർ അടിച്ചു പൊട്ടിച്ചു, 3-ാമത്തെ കുമ്പനാട്ട് പോയി ഞങ്ങൾ മേടിച്ചു എന്നൊക്കെ പറയുന്നവരാണെന്നിരിക്കട്ടെ. ഒരു പക്ഷേ ഇനി എന്താ? വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താ? കർത്താവ് വരുന്നു, ഞങ്ങൾ പോകുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പുസ്തകക്രമം എങ്ങനെ വരണമായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് നൽകിത്തന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ നൽകിത്തന്ന വേദപുസ്തകത്തിൻ്റെ പുസ്തകക്രമം നമ്മുടെ കയ്യിലെത്തുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തി, ഇച്ചിരി അത്ഭുത അടയാളമൊക്കെ കാണാൻ, പിന്നെ കർത്താവ് വരുന്നു, നമ്മൾ പോന്നു. അങ്ങനെയാണെങ്കിൽ വെളിപ്പാടും കൂടെ മതി. പിന്നെ എന്തിനാണ് ഈ ലേഖനങ്ങൾ? ഈ ലേഖനങ്ങൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നതുമെല്ലാം അകത്തു വന്നവനോട്. എന്നിട്ട് എന്താ പറയുന്നേ? ഗലാത്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയേച്ച് പറയുക, ആകയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളോട്, പദം ശ്രദ്ധിക്കണം, നിങ്ങളോട് പിന്നെയും പറയുന്നു. ആരായി നിങ്ങൾ? രക്ഷിക്കപ്പെടാത്ത ശങ്കരനോടോ മാധവനോടോ ആണോ? അല്ല പ്രിയപ്പെട്ടവരെ. കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട അകത്തു വന്ന ദൈവമക്കളോട് പറയുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു ഒക്കെ ശരിയാ, പക്ഷെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളിൽ നിന്ന് ഉരിഞ്ഞു കളയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പോൾ വിശ്വാസ ജീവിതം കുഞ്ഞുകളിയാണോ? എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് പോയാൽ മതിയോ? പറ്റില്ല. കൃത്യമായ പ്രമാണം ദൈവസഭയ്ക്കുണ്ട്. അതാണ് ലേഖനങ്ങൾ. ഇനിയും ഇങ്ങനെ ലേഖനങ്ങൾ എഴുതി നാം ധ്യാനിക്കുവാനായി വായിച്ച കൊരിന്ത് സഭയോടുള്ള ബന്ധത്തിലെത്തുമ്പോൾ വളരെ ഗൗരവമായി പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ചില മിനിറ്റുകൾ മാത്രം ശേഷിക്കുമ്പോൾ അതിലേക്കൂടെ നമുക്ക് കടന്നു വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രസംഗം അതിൻ്റെ നീതി പുലർത്താൻ കഴിയുകയില്ലല്ലോ. വളരെ കൃത്യമായി പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആരാ നിങ്ങൾ? മണവാട്ടി സഭ. സഭയെ എങ്ങനെ ഏൽപ്പിക്കണം? നിർമ്മല കന്യകയായി ഏൽപ്പിക്കണം. അതാണ്
പൗലോസിൻ്റെ ആഗ്രഹം. അതിനിപ്പോൾ എന്താ പ്രശ്നം? എന്താ? കാഹളം ധ്വനിക്കുമ്പോൾ നിർമ്മല കന്യകയായി ഏൽപ്പിക്കരുതോ എന്താ പ്രശ്നം? എന്താ? പൗലോസ് പറയുന്നൊരു പ്രശ്നമുണ്ട്. എന്താ? എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ശ്രദ്ധിക്കൂ, ആരാ നിങ്ങൾ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിളിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമായ കൊരിന്തിലുള്ള ദൈവസഭ. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തിനാ പൗലോസ് ഇത്രയും ഭയം? നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറയുന്നത്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, ഇനിയിപ്പം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം തട്ടുകൂട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കർത്താവ് വലിച്ചെടുത്തുകൊണ്ട് പോകുമെന്നാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പൗലോസ് ഇത്രയും ഭയപ്പെടേണ്ട കാര്യം എന്താ? വഷളായി പോകുമെന്നാണ് പുള്ളിയുടെ ഭയം. ആട്ടെ, വഷളായവരെയും കൊണ്ടുപോകുമല്ലോ. വഷളായ നടക്കുന്നവരെയും കൊണ്ടുപോകാനാണ് യേശു വരുന്നതെങ്കിൽ പിന്നെ പൗലോസ് എന്തിന് ഭയപ്പെടണം? നിങ്ങൾ ഉത്തരം കണ്ടെത്തൂ. ഞാൻ നിങ്ങളോട് പറയാം, വഷളായവരെ കൊണ്ടുപോകാനല്ല യേശുക്രിസ്തു വരുന്നത്, നിർമ്മല കന്യകയായി ജീവിക്കുന്നവരെ കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് പൗലോസിന് ഭയം. ഇനി പൗലോസിൻ്റെ ഭയം, ആ ഭയത്തിൻ്റെ കാരണവും കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് താൽക്കാലികമായി വിരാമം കുറിക്കാം. ഇത് നമ്മൾ ഡീപ്പായി പഠിക്കണം, ലേഖനങ്ങൾ പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, എന്താണ് തൻ്റെ ഭയത്തിൻ്റെ പിറകിലുള്ള വസ്തുത. താൻ പറയുകയാണ്, സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ. പോലെ എന്ന പദം വരുന്നിടത്തെല്ലാം നമുക്കറിയാം ഒരു ഉപമയായി ചേർക്കുന്നിടത്താണ് ഈ പോലെ എന്ന് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സർപ്പം ഹൗവയെ ചതിച്ചതൊക്കെ ഏത് കാലത്തെ കാര്യമാണ്? അത് പണ്ട് ഉൽപ്പത്തിയിൽ നടന്ന കഥയല്ലേ പാസ്റ്ററെ? ഞങ്ങൾ കൊരിന്ത് സഭയാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭ. ഞങ്ങളോട് ഈ ഉൽപ്പത്തി നടന്ന കാര്യമൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട്. അന്ന് എന്ത് ഉപായമാണോ പാമ്പ് ഹൗവായോട് പ്രയോഗിച്ചത്, ആ ഉപായത്തിന് മാറ്റമില്ല. ആ ഉപായത്തിന് മാറ്റമില്ല. ശ്രദ്ധിക്കണം ഗൗരവമായി മർമ്മം. ആള് മാറിയേക്കാം, ആ പഴയ പാമ്പ് മാറിയേക്കാം, പക്ഷെ ആ പാമ്പ് പ്രയോഗിച്ച ഉപായം പുതിയ നിയമസഭയോടും പ്രയോഗിക്കും, അതിന് മാറ്റമില്ല. അപ്പം പക്ഷേ അത് ഇപ്പം രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? രക്ഷപ്പെടണമെങ്കിൽ ആ ഉപായം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ ഒന്ന് പറഞ്ഞു തരാമോ? എന്തുവാ ആ പാമ്പ് പ്രയോഗിച്ച ഉപായം? സിമ്പിളാ, പറഞ്ഞു തരാം. സിമ്പിളാന്നേ. എന്താ അത്? ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു. സിമ്പിൾ. ഹൗവായെ എങ്ങനെയാ ചതിച്ചത്? ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കണം. അയ്യോ പാസ്റ്ററെ മനസ്സിലായില്ല, പറയാം. ഹൗവായോട് പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? പാമ്പ്, ഒന്ന്, നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞപ്പോൾ പാമ്പിൻ്റെ വാഗ്ദത്വം എന്തായിരുന്നു? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. എൻ്റെ കേൾവിക്കാരായ ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ മരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നത് ആത്മാവാണോ ജഡമാണോ? നിങ്ങൾ ആലോചിച്ച് ഉത്തരം കണ്ടെത്തൂ. നിങ്ങൾ മരിക്കത്തില്ല. നമ്മുടെ ചർച്ചിൽ ഒരാൾ വന്നിച്ച് പറയുകയാണ്, അമ്മാമ്മ ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നത് ആത്മാവാണോ ജഡമാണോ? ആലോചിച്ച് പറയണേ. കാരണം എന്താ? രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രത്യാശ എന്താ? കൂടാരമാകുന്ന ഈ ഭൗമഭവനം പൊളിയണം, വല്ല വിധേന ഇത് പൊളിയണം. എന്തുകൊണ്ട്? ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോൾ വല്ല വിധേനം ഇത് പൊളിഞ്ഞിട്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ അത്യന്തം കാക്ഷിക്കുന്നു. മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു. ദൈവം ശില്പിയായി അടിസ്ഥാനമിട്ട ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ കൊതിക്കുന്നതാണ് അകത്തെ മനുഷ്യൻ്റെ ആത്മാവ്, രക്ഷിക്കപ്പെട്ടവൻ്റെ ആത്മാവ്. പക്ഷെ അതിന് തടസ്സം ഈ കൂടാരമാകുന്ന ഭൗമഭവനമാണ്. ഇതെപ്പോൾ പൊളിയുന്നോ അപ്പോഴേ അങ്ങോട്ട് പോകാൻ പറ്റൂ. അപ്പം രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രത്യാശ അത് നിത്യതയാണ്. അപ്പോൾ നിങ്ങൾ മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നത് ജഡമാണ്, ആത്മാവല്ല. ഇന്നും അങ്ങനെ തന്നെയാ ഈ ആത്മാക്കൾ പറയുന്നത്. പിന്നാലെ വരാം. 2, നിങ്ങളുടെ കണ്ണു തുറക്കും നിശ്ചയം. രണ്ടാമത്തെ ഡയലോഗ്, ഉപായം, നിങ്ങളുടെ കണ്ണു തുറക്കും. അതിൻ്റെ പുതിയ വെർഷനാണ് ഇന്നത്തെ പാമ്പ് കുഞ്ഞുങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഓ കണ്ണിൻ്റെ മേൽ തൊടുന്നു, ഓ ചിലരുടെ കണ്ണ്. പഴയ പാമ്പിൻ്റെ പുതിയ വെർഷനാണ്. ജഡത്തെ സന്തോഷിപ്പിക്കുക. ആത്മാവിനെ സംബന്ധിക്കുന്ന ദൂതൊന്നും വരില്ല. ജഡത്തെ സന്തോഷിപ്പിക്കുക. 3, നിങ്ങൾ ദൈവത്തെ പോലെയാകും.
എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആൾ ദൈവമായി മാറും എന്നുള്ളതാണ്. അതും ജഡത്തെ സംബന്ധിക്കുന്ന ദൂതാണ്. നോക്ക്, ഇതിന് എതിര് നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പൗലോസിൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ അവരുടെ കൈയാൽ ഒരു മുടന്തൻ ചാടി എഴുന്നേറ്റ് നടക്കുന്ന കണ്ട ആളുകൾ ഓടിക്കൂടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പൂമാല എടുത്ത് പൗലോസിനെ സ്വീകരിക്കാൻ വന്നപ്പോൾ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾ വെറും മനുഷ്യരാണ്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ അഭിനവ ഉപദേശിമാർ പൂവും പോരാ, പൂമാലയും പോരാ, പിന്നെ എന്തൊക്കെ സ്വീകരണം ലഭിക്കാൻ പറ്റുമോ ഒരു കുട്ടി ആൾ ദൈവമായി മാറാനുള്ള ശ്രമങ്ങളാണ് നടത്തുക, ജഡത്തെ സന്തോഷിപ്പിക്കുക. ഇതെല്ലാം ഉൽപ്പത്തിയിൽ നടന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഞാൻ ദൈവമക്കളോട് ചോദിക്കുക, എന്തുകൊണ്ട് ഉൽപ്പത്തിയിൽ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചു എന്നുകൂടെ ദൈവമക്കൾ അറിയണം. അവിടെ ആദമെന്ന് പറയുന്ന മനുഷ്യന് 2 ഉത്തരവാദിത്വം കൊടുത്തിരുന്നു. എന്താ? ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. 2, തോട്ടം കാക്കണം. എന്താ ഈ തോട്ടം? ഒരു നിഴലായ ഒരു മർമ്മം പറയാം. ഉത്തമഗീതം 4:12 പറയുന്നു, എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടം. ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുന്ന ഒരു തോട്ടം, മണവാട്ടിക്ക് നിഴലായി നിൽക്കുന്ന ഒരു ഹൗവ, ഇടയന് നിഴലായി നിൽക്കുന്ന ഒരു ആദാം എന്നിങ്ങനെ ചിന്തിച്ചാൽ ഇടയന് 2 ഡ്യൂട്ടി. ഒന്ന് വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. ഇന്നും അങ്ങനെയാ. സഭയുടെ ശുശ്രൂഷകന് 2 ജോലിയുണ്ട്. ഒന്ന് വേല ചെയ്യണം. എനിക്ക് ചിരി വരും അത് പറയുമ്പോൾ, കാരണം ഇന്ന് വേലയില്ല, ഇപ്പം ജോലിയാ. വെള്ളിയാഴ്ച വരുന്നു, പ്രാർത്ഥന നടത്തുന്നു, പോകുന്നു. ഞായറാഴ്ച വരുന്നു, ആരാധന നടത്തുന്നു, പോകുന്നു. ദാറ്റ്സ് ഓൾ. എവിടെയാണ് വേല? 2, തോട്ടം കാക്കണം എന്ന് പറഞ്ഞാൽ കാവൽക്കാരനായിരിക്കണം ഇടയൻ. എന്തിന്? പൗലോസ് ഒരു മുന്നറിയിപ്പ് തന്നു. ഞാൻ പോയ ശേഷം, പ്രവൃത്തി 20:28 പറയുന്നു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ശിഷ്യന്മാരെ അവരുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ അമ്പലത്തിൽ നിന്ന് വരുമെന്നല്ല കേട്ടോ, പള്ളിയിൽ നിന്ന് വരുമെന്നുമല്ല എഴുത്ത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ചിന്തിച്ചു നോക്ക്, ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന സകല ദുരുപദേശകരും നമ്മുടെ നടുവിൽ തഴച്ചു വളർന്നവരാണ്, പുറത്തുനിന്ന് വന്നവരല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം. അതിലൊരു തൻ്റെ ഇടത്തിൻ്റെ വാക്കുണ്ട്, ഒരു ആണത്വത്തിൻ്റെ വാക്കുണ്ട്. ഞാൻ പോയ ശേഷം, അർത്ഥാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ല എന്നൊരു നട്ടലിൻ്റെ ഒരു വാക്കും കൂടി അവിടെ ഇല്ലേ? ഞാൻ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് പറയാറുള്ളത് ഇതാ, ഓരോ ലോക്കൽ സഭയിലെ പാസ്റ്റർമാരും ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ, അഥവാ ഞാൻ ഇവിടുന്ന് മാറിയതിന് ശേഷം നിങ്ങൾ ആരെ വിളിച്ച് തുള്ളിക്കോ ചാടിക്കോ ചെയ്തോ, പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ലെന്ന് ഓരോ ലോക്കൽ സഭയിലെ ശുശ്രൂഷകന്മാരും തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ദൈവസഭ ഇത്രയധികം പരിഹസിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തില്ലായിരുന്നു ദൈവമക്കളെ. പക്ഷെ അവിടെ ഉപായം ജയിച്ചു. സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചു. അതുപോലെ നിങ്ങളുടെ മനസ്സ്, പുതിയ നിയമസഭയുടെ മനസ്സും അതുപോലെയുള്ള ഉപായത്താൽ ചതിക്കുമെന്നാണ് പൗലോസ് മുന്നറിയിപ്പ് തരുന്നത്. അപ്പോൾ അന്ന് ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞത് പാമ്പല്ലയോ പാസ്റ്ററെ? അതെ, ആ പാമ്പ് ഇപ്പം പുതിയ നിയമസഭ എങ്ങനെ തെറ്റിക്കുമെന്ന് മനസ്സിലാകുന്നില്ല. തൊട്ടടുത്ത വാക്യം വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. അവിടെ ഞാൻ നിർത്തുകയും ചെയ്യാം. തൊട്ടടുത്ത വാക്യം എന്താ പൗലോസ് പറയുന്നത്? ആ ഭയത്തിൻ്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തി. 2 കൊരിന്തി 11:4 മുതലുള്ള വാക്യങ്ങളിൽ അതിൻ്റെ കാരണം വെളിപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഭയത്തിൻ്റെ കാരണം എന്താണ്? കാരണം ശ്രദ്ധിച്ചേ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവ്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുക്കേണ്ടതിന് പകരം, അടിച്ചു ഓടിക്കേണ്ടതിന് പകരം നിങ്ങൾ കൈയടിച്ച് പൊറുക്കുന്നത് ആശ്ചര്യമെന്നാണ് പൗലോസ് പറയുന്നത്. ഇന്ന് അക്ഷരീകമായി ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു യേശു ഇവിടെ പ്രസംഗിക്കപ്പെടുന്നു. ക്രൂശിക്കപ്പെട്ട യേശു അല്ല. നിങ്ങളെ ധനവാനാക്കുന്ന, നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്ന, നിങ്ങൾക്ക് വലിയ ബാങ്ക് ബാലൻസ് തരുന്ന, നിങ്ങൾക്ക് ബ്രാൻഡഡ് കാറുകൾ സമ്മാനിക്കുന്ന, നിങ്ങളുടെ കഷണ്ടിയിൽ മുടികൾ ഇർപ്പിക്കുന്ന, നിങ്ങളുടെ പല്ലിൻ്റെ പോടടയ്ക്കുന്ന എന്നു വേണ്ട, വേറൊരു യേശു ഇവിടെ പ്രസംഗിക്കപ്പെടുന്നു. നിത്യജീവനെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. നാം നിർമ്മല കന്യകയായി നിൽക്കണമെന്നതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പകരം ഈ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഭൗതിക നന്മകളെക്കുറിച്ച് അവർ വാതോരാതെ സംസാരിക്കുന്നു. അതൊക്കെ നൽകിത്തരുന്ന ഒരു യേശുവിനെ അവരിവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. ഏതാണ് ആ യേശു? മറ്റൊരു യേശു. വീണ്ടും വേറൊരാത്മാവ്.
വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ നേരമില്ലല്ലോ. വേറൊരാത്മാവ്, ദുരാത്മാവ്, കള്ളപ്രവചനത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെളിയിക്കുവാൻ 100 വാക്യങ്ങൾ ഇവിടെ എൻ്റെ പക്കലുണ്ട്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങളോട് പറയാം, വേറൊരാത്മാവ്. 3, വേറൊരു സുവിശേഷം. ഇതിന്ന് വ്യാപകമായി നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ കൈയെത്തുന്ന ദൂരത്തും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു ചിന്ത കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ നിയമസഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അവിടെ സഭയുടെ നല്ല വശവും സഭയുടെ കുറവ് വശവും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ മുൻപേ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എഫെസോസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പറയുകയാണ്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറഞ്ഞുകൊണ്ടുവന്നവരെ നീ പരീക്ഷിച്ചു, കള്ളന്മാർ എന്ന് കണ്ടത് ഞാൻ അറിയുന്നു. അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ദൈവം. സഭയെ കൈകൊടുക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. എന്തിനാ? അപ്പോസ്തലന്മാരല്ലാതിരിക്കെ പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലന്മാരെന്നും വെച്ചുകൊണ്ട് വന്നവരെ സഭ പരീക്ഷിച്ചു. എന്നിട്ട് സഭ തൻ്റെ ഇടത്തോടെ പറഞ്ഞു, ഇവന്മാർ കള്ളന്മാരാണ്. എങ്ങനെയാ പരീക്ഷിക്കുന്നത്? ഇന്ന് നമ്മുടെ ചുറ്റുപാടും നാം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പേരിൻ്റെ അറ്റത്ത് അപ്പോസ്തലൻ എന്ന് വെച്ച് നടക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഏത് സഭയാണ് പരീക്ഷിക്കുന്നത്? ഇന്ന് ആരാണ് ഇവർ കള്ളരാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയാൽ പറഞ്ഞവനെ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പം നിങ്ങൾ ചോദിക്കുക, എങ്ങനെ പരീക്ഷിക്കാനാ? അതിനാണ് വചനം. സകലത്തിൻ്റെയും ആധാരം ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാം, ആരാണ് വേദപുസ്തക പ്രകാരം അപ്പോസ്തലൻ? 1, തങ്ങൾക്കുള്ളതെല്ലാം വിട്ടവൻ, സ്വന്തമായി ഒന്നും പക്കലില്ലാത്തവൻ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചവൻ, വഴിയിലിരുന്ന് ഭിക്ഷ യാചിക്കുന്ന ഭിക്ഷക്കാരൻ എറിഞ്ഞു കൊടുക്കാൻ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞവർ. എന്ന് പറഞ്ഞാൽ കമ്മലും മാല അല്ലത്. ആ കാലത്ത് വ്യാപാര വിനിമയം ചെയ്തിരുന്ന നാണയത്തുട്ടുകൾ എന്ന് പറഞ്ഞാൽ വഴിയിലിരുന്ന് ഭിക്ഷ യാചിച്ച ഭിക്ഷക്കാരന് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ 2 നാണയത്തുട്ട് സ്വന്തമായി ഇല്ലാത്തവർ. സ്വന്തമായി ഇല്ലെങ്കിലും ആരെങ്കിലും കൊണ്ടുതന്നാൽ കിട്ടുമല്ലോ. അങ്ങനെ ഒരുത്തൻ കൊണ്ടുവന്നു, ശിമോൻ. അവൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദേ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, നിങ്ങളിൽ വ്യാപരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പാർട്ടേഷൻ എനിക്കും കൂടി തരണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നീട്ടിയപ്പോൾ QR കോഡും GPay നമ്പറും കൊടുക്കുക അല്ല ബൈബിളിലെ അപ്പോസ്തലന്മാർ ചെയ്തത്. ദൈവത്തിൻ്റെ ആത്മാവിനെ പണം കൊടുത്തു വാങ്ങാമെന്ന് വിചാരിച്ച നീയും നിന്റെ പണവും നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞവരാണ് ബൈബിളിലെ അപ്പോസ്തലന്മാർ. ഇന്ന് തൻ്റെ ഇടമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും ഈ പുസ്തകത്തിൽ പറഞ്ഞ പ്രകാരം സ്വന്തമായിട്ടൊന്നുമില്ലാത്ത, സ്വന്തമായി ഒന്നും സേവ് ചെയ്യാത്ത, ഒരു നാണയത്തൊട്ട് സ്വന്തമായി കയ്യിലില്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ദാനമായി വെളിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരാളെ കാണിച്ചു തരാൻ സാധിക്കുമോ? നമ്മൾ ഇന്ന് അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത് പ്രസംഗത്തിൻ്റെ ഒടുവിൽ ബാങ്ക് ബാലൻസും QR കോഡും പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകളെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വിവരിക്കാൻ നേരമില്ല. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഇതുപോലുള്ള ലേഖന പഠനങ്ങൾ തുടർന്ന് പിന്നെയും പഠിക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകട്ടെ എന്ന് മാത്രമേ ആശിക്കാനുള്ളൂ. ഒരു കാര്യം പറഞ്ഞ് വാക്കുകൾ നിർത്താം. ഇതെല്ലാം വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന ഒരൊറ്റ സത്യമേ ഉള്ളൂ, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇതൊരു യുദ്ധക്കളമാണ്. വല്ല വിധേനയും നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുവാൻ, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാതെ കൈവിടപ്പെടുവാൻ വേണ്ടി നിങ്ങളെ തെറ്റിച്ച് കളയുന്ന ദുഷ്ടന്മാരും മായാവികളും നിങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പഥ്യ ഉപദേശ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് വചനത്തിന് വിരുദ്ധമായ ഒരു പരിപാടിക്കും ഞാൻ കൈയടിക്കത്തില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ ഈ തിരുവചനങ്ങൾ നിങ്ങൾക്ക് സഹായമായി തീരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.